Hi, Fundamentals of System Software Network and DBMS Unit 2. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒ എസ് ഐ മോഡലാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് ലെയർ ആണ്. അപ്പം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ ലെയർ അതേപോലെ ഡാറ്റ ലിങ്ക് ലെയർ ഡിസ്കസ് ചെയ്തു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ നോക്കാം, അത് കാണാം. എന്നിട്ട് ഇതിലേക്ക് വരാം. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് ലെയർ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഈ നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം തേർഡ് ലെയർ ആണ് അല്ലേ, മൂന്നാമത്തെ ലെയർ ആണ്. തൊട്ട് മുകളിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ടാവും, തൊട്ട് താഴെ ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ടാവും. അപ്പം ഈ ഒരു സെൻറ്റർ സൈഡ്, ഇപ്പോൾ മൗസ് പോയിന്റ് നോക്കാം നിങ്ങൾ, ഈ സെൻറ്റർ സൈഡിലും റിസീവർ സൈഡും രണ്ട് സൈഡ് നിങ്ങൾ കാണാം. സെൻറ്റർ സൈഡിൽ നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റ വരുന്നത് തൊട്ട് മുകളിലെ ലെയറായ ട്രാൻസ്പോർട്ട് ലെയർ എന്നാണ്. അതേപോലെ നെറ്റ്വർക്ക് ലെയറിന് തൊട്ട് താഴെ ലെവലിലേക്ക് ഡാറ്റ ലിങ്ക് ലെയറിലേക്കാണ് എന്ത് ചെയ്യുക, ഡാറ്റ പോകുന്നത്. അതേപോലെ റിസീവർ എൻഡ് ആകുമ്പം ഈ സൈഡിൽ ഡാറ്റ നെറ്റ്വർക്ക് ലെയറിലേക്ക് വരുന്നത് ഡാറ്റ ലിങ്ക് ലെയറിനും അത് നെറ്റ്വർക്ക് ലെയർ നേരെ പുറത്തേക്ക് പോകുന്നത് ഈ ട്രാൻസ്പോർട്ട് ലെയറിലേക്കുമാണ്, തൊട്ട് മുകളിലെ ലെയറിലേക്കുമാണ്. ഈ ആരോ മാർക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഈ ഒ എസ് ഐ മോഡലിലെ ഈ ലേയർഡ് അല്ല, നിങ്ങൾ ഓൾറെഡി മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നല്ലോണം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡാറ്റ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത്. എവിടുന്ന് ഡാറ്റ ഫ്ലോ നെറ്റ്വർക്ക് ലെയറിലേക്ക് എവിടുന്നാണ് ഡാറ്റ വരുന്നത്, അത് എവിടേക്കാണ് പോകുന്നത്. അപ്പോൾ സെൻറ്റർ സൈഡും റിസീവർ സൈഡും ചെറിയ വ്യത്യാസമുണ്ട്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. തൊട്ട് മുകളിൽ ട്രാൻസ്പോർട്ട് ലെയറാണ്, തൊട്ടായ ഡാറ്റ ലിങ്ക് ലെയറാണ്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെയും അതിന് താഴെയുള്ള ഫിസിക്കൽ ലെയറിൻ്റെയും ഫംഗ്ഷൻസൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡാറ്റ ട്രാൻസ്പോർട്ട് ലെയറിന് വരും, അത് നേരെ നെറ്റ്വർക്ക് ലെയറിലെത്തും, അത് നേരെ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് പോകും. അവിടെ സം ഓപ്പറേഷൻസ് സം ഫംഗ്ഷനാലിറ്റീസ് അത് നടത്തും. പിന്നെ അത് നേരെ പോകുന്നത് ഫിസിക്കൽ ലെയറിലാണ്. ദെൻ ഫിസിക്കൽ മീഡിയം വഴി ഇവിടേക്ക് എത്തും. നേരത്തെ എങ്ങനെയാണോ സെൻറ്റർ ചെയ്ത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ഫിസിക്കൽ ലെയർ ചെയ്യും. അതിന് ഡാറ്റ ലിങ്ക് ലെയർ തൊട്ട് മുകളിൽ ഇപ്പുറത്ത് എന്താണോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ചെയ്യും. ദെൻ നേരെ നെറ്റ്വർക്ക് ലെയറിലേക്ക് പോകും. അവിടുന്ന് സം ഫങ്ഷൻസ് അല്ലെങ്കിൽ സം ഓപ്പറേഷൻസ് ചെയ്യും, അത് നേരെ ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോകും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ നെറ്റ്വർക്ക് ലെയറിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അപ്പം എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് ലെയർ? അപ്പം ഇറ്റ് ഈസ് എ ലെയർ 3 ദാറ്റ് മാനേജ് ഡിവൈസ് അഡ്രസ്സിങ്, ട്രാക്ക് ദ ലൊക്കേഷൻ ഓഫ് ഡിവൈസ് ഓൺ ദ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ട് പറയുന്നത് ഡിവൈസ് അഡ്രസ്സിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഓരോ ഡിവൈസിനും ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ട്, IP അഡ്രസ്സ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ അഡ്രസ്സൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ ലെയറിലാണ്, നെറ്റ്വർക്ക് ലെയർ. അതായത് ഏറ്റവും ഒരു ബാക്ക് ബോൺ പോലെയാണ് ഈ OSI മോഡൽ. ബാക്ക് ബോൺ ആണെങ്കിൽ ഈ നെറ്റ്വർക്ക് ലെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കായ അഡ്രസ്സ്, അതായത് ഏത് ഡിവൈസിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഡിവൈസിൽ നിന്നാണ് കണ്ടൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ഡാറ്റ പോകുന്നത് അല്ലെങ്കിൽ ഡാറ്റ വരുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നത്, ആ അഡ്രസ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത് ഈ തേർഡ് ലെയറാണ്. അതേപോലെ ഈ ലെയറിൽ ഈ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് ലോഗിൻ ചെയ്യുന്നത്, അതിൻ്റെ ലൊക്കേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ഫാൾസ് ന്യൂസ് സ്പ്രെഡ് ആവുകയാണെങ്കിൽ പോലീസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഏത് മെസ്സേജിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് മൊബൈലിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ മെസ്സേജ് ആദ്യം സ്പ്രെഡ് ആയത് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് പിടിക്കാറുണ്ട്, കേട്ടിട്ടുണ്ടാവും. അതെല്ലാം ചെയ്യുന്നത് ഈ നെറ്റ്വർക്ക് ലെയർ കൊടുക്കുന്ന ഒരു അഡ്രസ്സ് ഉണ്ട് ഓരോ ഡിവൈസിനും, അത് യുണീക്കായിരിക്കും. ഒരു പെർട്ടിക്കുലർ ഡിവൈസിനുള്ളത് വേറെ ഡിവൈസിന് ഒരിക്കലും ഉണ്ടാവില്ല, അത് യുണീക്കായിരിക്കും. ആ യുണീക്ക് അഡ്രസ്സ് കൊടുക്കുന്നത് ആരാണ്, ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ മെയിൻ ഡ്യൂട്ടിയാണ്. അതാണ് ഒരു മെയിൻ ഫംഗ്ഷനാലിറ്റി. പിന്നെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷനാലിറ്റി പറയുന്നത് റൗട്ടിംഗ് ആണ്. റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിറ്റർമൈൻസ് ദ ബെസ്റ്റ് പാത്ത് ടു മൂവ് ഡാറ്റ ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ ദ നെറ്റ്വർക്ക് കണ്ടീഷൻസ്, ദ പ്രയോറിറ്റി ഓഫ് സർവീസസ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. അപ്പം ഒരു ഡാറ്റ ഒരു സെൻഡർ ഒരു റിസീവർ അല്ലെ, രണ്ടാൾക്കാരുണ്ടാവും, എയും ബിയും. അപ്പം എ ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് ബിയിലെത്തണമെങ്കിൽ അതിന് ഒരുപാട് റൂട്ടുകളുണ്ടാവും. അപ്പം ഒരു എന്ന് ബിയിലേക്കുള്ള പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാത്ത് മാത്രമല്ല, ഒരുപാട് പാത്ത് ഉണ്ടാവും. അതിൽ ബെസ്റ്റ് പാത്ത് ചൂസ് ചെയ്യുന്നത് ആരാണ്, ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നിങ്ങളിപ്പം മുക്കത്തുനിന്ന് കോഴിക്കോടേക്ക് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഒരുപാട് റൂട്ടുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ പോകും, തിരക്ക് കുറവുള്ള റോഡ് നല്ലത്, അതേപോലെ ഏറ്റവും ഫാസ്റ്റായിട്ട് എത്തുന്ന റൂട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പോവുക അല്ലേ. അതിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുക. നമുക്കിഷ്ടമുള്ളൊരു പാത്തിലൂടെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഡാറ്റ സെൻറ്റർ സൈഡിൽ നിന്ന് റിസീവർ സൈഡിലേക്ക് പോകാനുള്ള റൂട്ട് സെറ്റ് ചെയ്യുന്നത് ആരാണ്, ഈ നെറ്റ്വർക്ക് ലെയറാണ്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ അത് കൺസിഡർ ചെയ്യാറുണ്ട്. ഒന്ന് നെറ്റ്വർക്ക് കണ്ടീഷൻ, അതിൻ്റെ ട്രാഫിക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ദെൻ പ്രയോറിറ്റി ഓഫ് സർവീസ്, ഇത് വെരി അർജൻറ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ നോക്കും നമ്മൾ, അതിനനുസരിച്ച് പാത്ത് ചൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റൻ്റെ പാത്ത് ചൂസ് ചെയ്യുക. സോ ബെസ്റ്റ് പാത്തിങ്, അതിന് നമ്മൾ റൂട്ടിംഗ് എന്നാണ് സാധാരണ പറയാം.
ദ നെറ്റ്വർക്ക് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് ആൻഡ് ഫോർവേഡിങ് ദ പാക്കറ്റ്സ്. അതായത് ഈ നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ ഡാറ്റ അറിയപ്പെടുന്ന ഫോർമാറ്റ്, ഡാറ്റൻ്റെ ഫോർമാറ്റ് പാക്കറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. തൊട്ട് താഴെ നിങ്ങൾക്ക് ഫ്രെയിംസ് ആയിട്ടായിരുന്നു ഡാറ്റ ലിങ്ക് ലെയറിൽ. ഇവിടെ നമ്മൾ പാക്കറ്റ്സ് എന്നാണ് സാധാരണ പറയുക, അല്ലെങ്കിൽ ഫ്രെയിംസ് എന്നും പറയാറുണ്ട്. അപ്പം നെറ്റ്വർക്ക് ലെയറിൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ്. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് ആൻഡ് ഫോർവേഡിങ് ദ പാക്കറ്റ്സ്. അപ്പം കറക്റ്റ് റൂട്ട് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തും. ആ റൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ സെൻഡ് ചെയ്യും. ഓക്കെ, റൂട്ട് കാണുന്നത് മാത്രമല്ല, ആ റൂട്ടിലൂടെ പോകാൻ കറക്റ്റ് നമ്മൾ ഡാറ്റ ഫോർവേഡ് ചെയ്യുന്നതും ജോലിയായിട്ടാണ് ഈ നെറ്റ്വർക്ക് ലെയറിലാണ്. ദെൻ റൂട്ടേഴ്സ് ആർ ദ ലെയർ 3 ഡിവൈസസ്. സോ റൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്, അതാണ് റൂട്ടിംഗ് നിർണ്ണയിക്കുന്നത്, ഏത് റൂട്ടിലൂടെ പോകണം എന്നുള്ളത്. സോ റൂട്ടേഴ്സ് ആർ ദ ലെയർ 3 ഡിവൈസസ്. They are specified in this layer and used to provide routing services within an internet network. So ഒരു ഇൻ്റർനെറ്റിൽ റൂട്ട് കണ്ടെത്തുക, അതായത് ഒരു പെർട്ടിക്കുലർ ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുമ്പം ഏത് റൂട്ടിലൂടെ കണ്ടൻറ്റ് പോകണം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് പോകണം, അത് തീരുമാനിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, റൂട്ടേഴ്സ്. സോ ലെയർ 3യിൽ നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, റൂട്ടേഴ്സ്. അപ്പോൾ ഓർത്ത് വെക്കുക, റൂട്ടേഴ്സ് ഓർ റൂട്ടേഴ്സ്. Then the protocol used to route the network traffic are known as network layer protocol. അപ്പം ഈ നെറ്റ്വർക്കിലൂടെ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരുപാട് റൂൾസ് പാലിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ റൂട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അല്ലേ, മുക്കത്തുനിന്ന് കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി പോകണമെങ്കിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. വൺ വേ ആണെന്ന് നോക്കണം, സ്പീഡ് ലിമിറ്റ് നോക്കണം അല്ലേ, അങ്ങനത്തെ ഒരുപാട് റൂൾസ് നമുക്ക് ഉണ്ടാവാറുണ്ട്, പ്രോട്ടോക്കോൾസ്. അതേപോലെ തന്നെയാണ് ഡാറ്റ ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ അത് അയക്കുമ്പോൾ ഒരുപാട് പ്രോട്ടോക്കോൾസ് നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അതിനെ ഈ പർട്ടിക്കുലർ ലെയറിൽ വരുന്ന പ്രോട്ടോക്കോൾസ് ആണ് എന്ത്, നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾസ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് IP ആൻഡ് IPv6 എന്ന് പറയും. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ് IPൻ്റെ ഫുൾ ഫോം. അത് വേർഷൻ 6 ആണ് V6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം IPv6 ഒക്കെ ഈ പെർട്ടിക്കുലർ ലെയറിൽ, നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന സം പ്രോട്ടോക്കോൾസിന് എക്സാമ്പിൾസ് ആണ്. ദെൻ മെയിൻ ഫങ്ഷൻസ് നോക്കാൻ നമുക്ക്. സോ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഇൻ്റർനെറ്റ് വർക്കിംഗ്. അപ്പോൾ നെറ്റ്വർക്ക് എന്നുള്ള പേര് തന്നെ വരുന്നത് ഇൻ്റർനെറ്റ് വർക്കിംഗ്. ആൻഡ് ഇൻ്റർനെറ്റ് വർക്കിംഗ് ഈസ് ആൻഡ് മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി നെറ്റ്വർക്ക്. ഇൻ്റർനെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്ഷൻസ് ചെയ്യുക അല്ലേ, ഒരുപാട് സിസ്റ്റം അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഡിവൈസുകളെ കണക്ട് ചെയ്യുക. ഇറ്റ് പ്രൊവൈഡ് ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവൈസസ്. സോ നമ്മൾ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ തമ്മിലൊരു ലോജിക്കൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്, ഈ നെറ്റ്വർക്ക് ലെയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ അഡ്രസ്സും അല്ലെങ്കിൽ ഓരോ ഡിവൈസിനും ഒരു പെർട്ടിക്കുലർ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അതിനെ കണക്ട് ആക്കുന്നതൊക്കെ ആരാണ്, ഈ പെർട്ടിക്കുലർ നെറ്റ്വർക്ക് ലെയർ ആണ്. സോ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ആൻഡ് ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവൈസസ്. ദെൻ രണ്ടാമത്തെ മെയിൻ ഫംഗ്ഷനാണ് അഡ്രസ്സിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് അഡ്രസ്സിങ് എന്നുള്ളത്. ദെൻ എ നെറ്റ്വർക്ക് ലെയർ ആഡ്സ് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ടു ദ ഹെഡർ ഓഫ് ദ ഫ്രെയിം. നമ്മൾ ഡാറ്റ അയക്കുമ്പോൾ അതിന് ഫ്രെയിംസ് ആക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ പാക്കറ്റ്സ്, ചെറിയ ചെറിയ സ്മോൾ യൂണിറ്റ് ആക്കി മാറ്റും. വലിയൊരു ഡാറ്റനെ ചെറിയ ചെറിയ പാർട്ടാക്കി മാറ്റും. അതിനാണ് ഫ്രെയിംസ് എന്ന് പറയാം. അപ്പോൾ ഈ ഫ്രെയിംസിൽ നമ്മൾ ഹെഡറും ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മളൊരു ലെറ്റർ എൻവലപ്പ് അയക്കുകയാണെങ്കിൽ, പോസ്റ്റ് അയക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടു അഡ്രസ്സും ഫ്രം അഡ്രസ്സും വെക്കും. അതേപോലെ ഈ നെറ്റ്വർക്കിൽ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു ഹെഡറും അതേപോലെ ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഉണ്ടാവും. അത് കൊടുക്കുന്ന ആരാണ്, ആ അഡ്രസ്സിങ് മെൻഷൻ ചെയ്യുന്നതും കൊടുക്കുന്നതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്, ഈ നെറ്റ്വർക്ക് ലെയറാണ്. ദെൻ അഡ്രസ്സിങ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ഓൺ ദ നെറ്റ്വർക്ക്. അപ്പം ഞാനൊരു ഡാറ്റ ഒരാൾക്ക് അയക്കുകയാണെങ്കിൽ അത് ആ പെർട്ടിക്കുലർ ഇൻ്റർനെറ്റ് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ഡിവൈസുകളുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം അതിൽ കറക്റ്റായിട്ട് അവിടത്തേക്ക് തന്നെ പോകണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ അഡ്രസ്സ് നമ്മൾ കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പം അത് ചെയ്യുന്ന ആരാണ്, ഈ നെറ്റ്വർക്ക് ലെയറാണ്. സോ ഇറ്റ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ഓൺ ദി നെറ്റ്വർക്ക്. ദെൻ മൂന്നാമത്തെ ഫംഗ്ഷനാണ് റൗട്ടിംഗ് അല്ലെങ്കിൽ റൂട്ടിംഗ് എന്നും പറയും. റൗട്ടിംഗ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു എന്താ റൗട്ടിംഗ് എന്നുള്ളത്. റൗട്ടിംഗ് ഈസ് ദ മേജർ കോമ്പോണൻറ്റ് ഓഫ് ദി നെറ്റ്വർക്ക് ലെയർ. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ബെസ്റ്റ് ഒപ്റ്റിമൽ പാത്ത് ഔട്ട് ഓഫ് ദി മൾട്ടിപ്പിൾ പാത്ത് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഒരുപാട് പാത്തുകൾ, ഒരുപാട് റൂട്ടുകൾ ഉണ്ടെങ്കിൽ അതിലേറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള പാത്ത് നമ്മൾ ചൂസ് ചെയ്യും. അതിനൊരുപാട് റീസൺസ് നമ്മൾ നോക്കാറുണ്ട്, ഒരുപാട് ഫോർമുലാസ് നമ്മൾ നോക്കാറുണ്ട്. അതിൻ്റെ അർജൻ്റ് ആണോ അല്ലേ എന്നുള്ളതല്ലേ, അതിൻ്റെ പ്രയോറിറ്റി നോക്കാറുണ്ട്, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ റൗട്ടിംഗ് നടക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഡിറ്റർമൈൻസ് ദ ബെസ്റ്റ് ഒപ്റ്റിമൽ പാത്ത് ഔട്ട് ഓഫ് മൾട്ടിപ്പിൾ പാത്ത്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പാക്കറ്റൈസിങ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ലെയറിലേക്ക് വരുമ്പം നമ്മുടെ ഡാറ്റ ഉണ്ടാകുന്ന എന്ത് ഫോമിലാണ്, ഇൻറ്റു പാക്കറ്റ്സ് എന്നുള്ള ഫോമിലാണ്. പാക്കറ്റ്സ് എന്നാൽ ചെറിയ ചെറിയ യൂണിറ്റാണ്.
A network layer receives the data from upper layer and convert them into packets. അതായത് നെറ്റ്വർക്ക് ലെയറിലേക്ക് ഡാറ്റ വരുന്നത് എവിടെ നിന്നാണ്? തൊട്ട് മുകളിലെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്നാണ്. സോ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റനെ ഇതൊരു വലിയ സ്ട്രീം ഓഫ് ഡാറ്റയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? കട്ടാക്കിയിട്ട് ചെറിയ ചെറിയ പാക്കറ്റ്സ് ആക്കി മാറ്റും. അതിന് നമ്മൾ എന്ത് കൊടുക്കും? ഹെഡറും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും കൊടുക്കാൻ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു, അല്ലെ അഡ്രസ്സിങ്ങിൽ പറഞ്ഞു. അപ്പം ഈ പാക്കറ്റാക്കി മാറ്റുന്നത് ആരാണ്? ചെറിയ ചെറിയ സ്മോൾ യൂണിറ്റ് ആക്കി മാറ്റുന്നത് ഈ നെറ്റ്വർക്ക് ലെയറിലാണ്. അത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് പാക്കറ്റൈസിങ്. സോ ഒരു എൻ്റയർ ഡാറ്റയെ പിടിച്ചിട്ട് നമ്മൾ സ്മോൾ പാർട്സ് ആക്കി മാറ്റുന്ന ഈ പ്രോസസ്സാണ് എന്ത് പറയുക? പാക്കറ്റൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസ്. IP എന്നുള്ള പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് ഈ പാക്കറ്റൈസേഷൻ നടത്തുന്നത്. ദെൻ നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. അപ്പം ഇത്രയാണ് മെയിനായിട്ട് ഫങ്ഷൻസ് ഓഫ് നെറ്റ്വർക്ക് ലെയറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇനി ഡിവൈസുകൾ ഏതാണെന്ന് നോക്കാം. നെറ്റ്വർക്ക് ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് മെയിനായിട്ട് ഒന്ന് റൗട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഡിവൈസ്. റൗട്ടർ ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. റൗട്ടർ എന്നാൽ റൂട്ട് കാണാനുള്ള, അല്ലെ ബെസ്റ്റ് ഒപ്റ്റിമൽ പാത്ത് കാണാനുള്ള ഒരു ഡിവൈസാണ് എന്ത്? റൗട്ടർ എന്ന് പറയുന്നത്. ദെൻ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾസ് IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയും. ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ, അതെന്താണെന്ന് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ RARP റിവേഴ്സ് അഡ്രസ്സിംഗ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ, ICMP IGMP. ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത്രയും പ്രോട്ടോക്കോൾസ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പം IPൻ്റെ ഒക്കെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ നെറ്റ്വർക്ക് ലെയറിലുള്ള ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. കുറച്ചേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ നിങ്ങളത് നല്ലോണം നോക്കുക. അപ്പോൾ ഒന്ന് സമ്മറി ചെയ്യാം. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ തേർഡ് ലെയറാണ്. തൊട്ട് മുകളിൽ ലെയറും താഴെ ലെയറും ഓർത്ത് വെക്കുക. അതിൻ്റെ മെയിൻ ഫങ്ഷൻസാണ് റൂട്ടിങ്ങും അതേപോലെ അഡ്രസ്സിങ്ങും അതേപോലെ പാക്കറ്റൈസിങ്. ഇതെന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.